നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയുമോ? അതേപോലെ തന്നെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഫർദ് നിയ്യത്താക്കി മാറ്റാൻ പറ്റുമോ? ജംഉം ഖസ്റും പരമാവധി എത്ര ദിവസം പറ്റും? മറുപടി പറയുന്നത് ബഹുമാന്യനായ സാദിഖ് മദീനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. 2-3 ചോദ്യങ്ങൾ ഇപ്പോൾ ഒന്ന് പറയുമ്പോഴേക്ക് പിന്നെന്താ ചോദിച്ചതെന്ന് മറക്കും. ഒന്ന് ചോദിച്ചത് ജമ്മു ഖസറിൻ്റെയും ദൂരപരിധി. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ നിയമങ്ങൾ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ദീനുൽ ഫിത്ര, പ്രകൃതിക്ക് ഇണങ്ങിയ മതം എന്നാണ് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയപ്പെടാറുള്ളത്. ഫിത്രത്തല്ലാഹല്ലത്തി ഫത്രന അലൈഹ എന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ഏത് ദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന മതനിയമങ്ങൾ. അത് ആളുകളെ ആകെക്കൂടെ ഞെരുക്കുന്നതല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും. നിങ്ങൾക്ക് നോമ്പ് മുമ്പുണ്ടായിരുന്നവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടു. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്സഹ. ഓരോരുത്തരുടെയും കഴിവിൻ്റെ ഉള്ളിലുള്ളതേ അവന് നിർബന്ധിക്കുകയുള്ളൂ. റബ്ബന ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. റബ്ബേ, ഞങ്ങൾ കഴിവില്ലാത്തത് നീ ഞങ്ങളുടെ മേൽ നിർബന്ധിക്കരുതേ. അങ്ങനെയെങ്കിൽ രോഗി, യാത്രക്കാർ, ഇങ്ങനെ പല സന്ദർഭങ്ങളിലും 5 നേരത്തെ നമസ്കാരം യഥാവിധം നിർവഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാർക്ക്, രോഗികൾക്ക്, മറ്റ് പ്രതിബന്ധങ്ങളുള്ള ആളുകൾക്ക് ചില ഉദ്റുകൾ, ചില റുഖ്സകൾ, ചില ആനുകൂല്യങ്ങൾ നൽകി. അതിൽപ്പെട്ടതാണ് ജംഉം ഖസ്റും. 2 നമസ്കാരങ്ങൾ ഒരേ സമയത്ത് നിർവഹിക്കുന്നത് ജംഉ എന്ന് പറയുന്നു. ദുഹറും അസ്റും ദുഹറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അസ്റിൻ്റെ സമയത്തോ നിർവഹിക്കുക. മഗ്രിബും ഇശാവും മഗ്രിബിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇശാഇൻ്റെ സമയത്തോ നിർവഹിക്കുക. ഇനി ഖസ്റാക്കുക, 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 ആക്കി ചുരുക്കി നമസ്കരിക്കുക. ദുഹർ 2, അസ്ർ 2, ഇശാ 2. മഗ്രിബ് നമസ്കാരം ഖസ്റാക്കാൻ പാടില്ല. സുബ്ഹി നമസ്കാരം ജമ്മും ഖസ്റുമാക്കാൻ പാടില്ല. ചോദ്യം, ഇങ്ങനെ ഈ ആനുകൂല്യം എത്ര ദിവസം വരെ ഉപയോഗിക്കാം? അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് ഇത്തരം ആനുകൂല്യമുള്ളത്? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുമ്പ് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരാൾക്ക് എപ്പോഴാണ് ഖസ്റാക്കുവാനുള്ള ആനുകൂല്യമുള്ളത്? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല യാത്രകളും പരിഗണിച്ചുകൊണ്ട് അവിടെ ഒരു ദിനരാത്രത്തിൻ്റെ ദൂരം, 4 ദിനരാത്രത്തിൻ്റെ ദൂരം എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. പൊതുവെ ഒരു 80 ചില്ലാനം കിലോമീറ്റർ ഒരാൾക്ക് സഞ്ചരിക്കുവാനുണ്ട് എങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അയാളുടെ നാട് വിട്ടുകടന്നാൽ ഖസ്റാക്കുവാൻ പറ്റും എന്നാണ് ആ വിഷയത്തിൽ ഫുഖഹാക്കളുടെ നിലപാട്. എന്നാൽ ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് അൽ ഖൗലുർ റാജിഹ്, ഒരാൾക്ക് ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരപരിധിയുണ്ടോ, അങ്ങനെ ഒരു ദൂരപരിധി ഉണ്ടെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാം എന്നാണ്. അത് സ്ഥലത്തിനും സമയത്തിനുമനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക്
50 കിലോമീറ്ററുള്ള അങ്ങാടിയിലേക്ക് പോകുക അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ ഒരുങ്ങി പുറപ്പെട്ടുള്ള യാത്രയായിരിക്കും. എന്നാൽ വികസിത രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 100 കിലോമീറ്റർ അകലം പോയി ഒരു സാധനം വാങ്ങുക എന്നത് ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അയാൾക്ക് നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു ജോലിയായിരിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലുള്ള പണ്ഡിതന്മാർ ആനുകൂല്യത്തിന് ഏറ്റവും അർഹമായത് ഒരു സഫറാണോ യാത്രയാണോ എങ്കിൽ അയാൾക്ക് ആനുകൂല്യം സ്വീകരിക്കാം എന്നാണ്. യാത്രയാണോ എങ്കിൽ ആനുകൂല്യം. ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് കോട്ടക്കൽക്ക് എനിക്കൊരു യാത്ര ഉണ്ട് എന്ന് പറയാറില്ല. ഞാൻ ഇവിടെ കോട്ടക്കൽ പോയി വരട്ടെ എന്നാ പറയാം. എന്നാൽ എനിക്ക് കൊയിലാണ്ടിയിലൊന്ന് പോകണം എന്ന് ഇവിടുന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരുക്കും, ഒരു പക്ഷേ ഡ്രസ്സ്, ഭക്ഷണം എവിടുന്ന് ക്രമീകരിക്കണം, ഭക്ഷണം കൊണ്ടുപോകണോ, ഭക്ഷണം ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്ലാന് തയ്യാറാക്കും യാത്രയാകുമ്പോൾ. ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരപരിധി ഉണ്ട് എങ്കിൽ അയാൾക്ക് ഖസ്റിന്റെ ആനുകൂല്യം ഉപയോഗിക്കാം. അതല്ല കൃത്യമായി ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞുകൂടാ എന്ന അഭിപ്രായത്തിനാണ് ഏറ്റവും പ്രബലമായി കാണുന്നത്. അല്ലാഹു തആല ആലം. പിന്നെ അതിലെന്തേലും ചോദിച്ചിരുന്നത് സ്ത്രീയെ തൊട്ടാൽ ഉളു മുറിയുമെന്നല്ലേ? സ്ത്രീയെ തൊട്ടാൽ ഉളു മുറിയുമോ എന്നായിരുന്നു പിന്നീട് ഒരു ചോദ്യം. പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോൾ കർമ്മശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർമ്മശാസ്ത്ര വിഷയത്തിൽ അഖീദയേക്കാൾ വിശ്വാസരംഗത്തുള്ള വിഷയത്തേക്കാൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ 2-3 രൂപത്തിലുണ്ട്. ഒന്ന്, അതിൽ ഒരഭിപ്രായം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, തികച്ചും തള്ളപ്പെടേണ്ട അഭിപ്രായ വ്യത്യാസങ്ങൾ. ഉദാഹരണമായി ഇന്ന് ഒരാൾ വന്ന് പറയുകയാണ് കഴുതയുടെ മാംസം കഴിക്കാം. ഇപ്പോൾ കഴുതപ്പാല് വളരെ വ്യാപകമായി കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. തുർക്കിയിലൊക്കെ ഏറ്റവും വലിയ വ്യവസായമായി കഴുതപ്പാല് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെന്ന് പറയുന്നു കഴുതപ്പാല് അത് തിരക്കടൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തുടക്കത്തിലൊക്കെ കഴുതയുടെ മാംസം കഴിച്ചിരുന്നുവല്ലോ, എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എന്നൊരാൾ പറഞ്ഞു. എന്നാൽ 99% അല്ല, അത് ഹറാമാണ്, ഖൈബർ യുദ്ധത്തോടുകൂടി കഴുത മാംസം ഹറാമാക്കി, അങ്ങനെയുള്ള ഒന്നിൻ്റെ പാലും ഹറാമാണെന്ന് പറയാം. ഇതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ 2 അഭിപ്രായം ഉണ്ട്, ഏതെങ്കിലും ഒരഭിപ്രായം, 2 തിരക്കടില്ല എന്ന് പറയാൻ പാടില്ല. അതിൽ തികച്ചും അത് അനുവദനീയമാണ് എന്ന അഭിപ്രായം ഒരഭിപ്രായമായി പരിഗണിക്കില്ല, 100% തെറ്റാണ്. രണ്ടാമത് ഒരഭിപ്രായ വ്യത്യാസം, മൊത്തത്തിൽ കർമ്മശാസ്ത്രം പറയുമ്പോൾ ഈ അസ്ല് മനസ്സിലാക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായ വ്യത്യാസം അതൊരു അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ഒന്നിൻ്റെ മറ്റൊരു വിശദീകരണമാണ്. ഒരാൾ ദുആഉൽ ഇസ്തിഫ്താഹിൽ വജ്ജഹ്തു വജ്ഹിയ എന്ന് ചൊല്ലി, മറ്റൊരാൾ മറ്റൊരു ദുആ ചൊല്ലി. കണ്ടില്ല, ഞാൻ മദ്രസയിൽ അത് പഠിച്ചിട്ടില്ല, ഇവൻ എന്തൊക്കെയോ പുതിയ ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു, ഇവരല്ലെങ്കിലും ദീനിൽ പുതിയത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അവൻ പിഴവിലാണ്, അവൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അത് ഇഖ്തിലാഫ് തനവ്വു ആണ്. അത് ചെല്ലാം റസൂലിന് വന്നിട്ട് ഇത് ചെല്ലാം. റുക്കൂഉള്ള പലജാതി പ്രാർത്ഥനകളുണ്ട്, സുജൂദുള്ള പലജാതി പ്രാർത്ഥനകളുണ്ട്, തശഹുദുള്ള പലജാതി പ്രാർത്ഥനകളുണ്ട്. മുഫസ്സിരീങ്ങൾക്കിടയിൽ ഒരു ആയത്ത് വിശദീകരിക്കുമ്പോൾ ഒരായത്തിൻ്റെ വിശദീകരണം പറയുമ്പോൾ ഒന്നൊരഭിപ്രായം, മറ്റൊരാൾ വേറെ അഭിപ്രായം പറയും. ഇത് ഇഖ്തിലാഫ് തനവ്വു, അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതും ശരിയാണ്, ഇതും ശരിയാണ്. മൂന്നാമത്തെ ഒരു അഭിപ്രായ വ്യത്യാസമാണ് കൂടുതലുള്ളത്. അഥവാ ഇത്തരത്തിലുള്ള ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ തികച്ചും തീർത്തും 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ, 2 കൂട്ടർക്കും തെളിവുണ്ടായിരിക്കും. പക്ഷേ തെളിവൊടിക്കുന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും അവർക്ക് ഇടയിലുള്ള ഇഖ്തിലാഫ് ഉണ്ടാകുക. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉദാഹരണമായി സ്ത്രീയെ തൊട്ട ഉളു മുറിയുമോ ഇല്ലയോ, അതിൽ തികച്ചു ഒരാള് സ്ത്രീയെ തൊട്ട ഉളു മുറിയും, അത് തന്നെയാണ് ദീനിന്റെ ഏർപ്പാട്, അതല്ലാത്ത ഇസ്ലാം ദീനിന് പുറത്താണ്, അവന്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നൊരു കർശന നിലപാടെടുക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം അഴകുഴമ്പൻ സമീപനം അതും സ്വീകരിക്കാം ഇതും സ്വീകരിക്കാം എന്നല്ല. ഒരു ആലിമ് അയാളുടെ കയ്യിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് അയാൾക്ക് ഏറ്റവും ശരിയായി തോന്നി ഏതാണോ ആ നിലപാടാണ് അയാൾ എടുക്കേണ്ടത്. എന്നാൽ ഇതേപോലെ തന്നെ മറ്റ് മറുകക്ഷിക്ക് അയാൾക്കും അയാളുടേതായ അതില്ലത്തുകളും തെളിവുകളും ഉണ്ട് എങ്കിൽ ഒരിക്കലും അയാൾ പിഴച്ചവനാണ് എന്ന് പറഞ്ഞുകൂടാ. അതിന് ഉദാഹരണമാണ് സ്ത്രീയെ തൊട്ടാൽ ഉളു മുറിയുമോ ഇല്ലയോ എന്നുള്ളത്.
സൂറത്ത് മായിദയിലെയും സൂറത്ത് നിസായിലെയും ആയത്തിൽ ഉദുവിനെ കുറിച്ച് പറയുമ്പോൾ ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ തയ്യിബ, നിങ്ങൾക്ക് ഉദു മുറിയുന്ന കാര്യങ്ങളും കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഔ ലാമസ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ മുലാമസ നടത്തി കഴിഞ്ഞാൽ, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അവിടെ സ്ത്രീകളെ സ്പർശിക്കുന്ന കേവലം സ്ത്രീകളെ തൊടുക എന്നാണ്. അതിന് അദ്ദേഹത്തിന് വേറെയും ചില തെളിവുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം ആ വിഷയത്തിൽ ലാമസ എന്ന് പറഞ്ഞാൽ ഫഅല എന്ന വചിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിക്കുക എന്നാണ്. സ്ത്രീയും പുരുഷനും അഥവാ ഭാര്യയും ഭർത്താവും നടന്ന ജിമാഇനെ കുറിച്ചാണ് ഇവിടെ ലാമസ എന്ന് പറയുന്നത്. അങ്ങനെ പച്ചയായി ജിമാ എന്ന് പറയുവാൻ ഖുർആന്റെ ഭാഷാ ഭംഗി, അതിൽ ഏറ്റവും നന്നായത് ഇങ്ങനെ ലാമസ എന്ന വാക്ക് ഉപയോഗിക്കലാണ്. അതുകൊണ്ട് ജിമാ എന്നാണ് അവിടെ അർത്ഥം എന്നാണ് അബൂ ഹനീഫയുടെ വാദം. രണ്ടു കൂട്ടർക്കും അവരുടേതായ തെളിവുകളുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ശരിയായി തോന്നുന്നത് അല്ലാഹു ആലം സ്ത്രീയെ തൊട്ടാൽ ഉളു മുറിയുകയില്ല എന്ന അഭിപ്രായമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലത്ത് നമസ്കരിക്കുമ്പോൾ സുജൂദിന്റെ വേള ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാല് മാറ്റി വെച്ചുകൊണ്ട് അവിടെ സുജൂദ് ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി നോക്കി, അപ്പോൾ റസൂലുള്ളാഹി സുജൂദിലാണ്, റസൂലിന്റെ കാലിന്റെ അടിയിൽ ഞാൻ തൊട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ സ്ത്രീയെ തൊട്ടാൽ ഉദു മുറിയും എന്നായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിയോട് പറയുമായിരുന്നു, ഇതിന്റെ നിസ്കാരം ഫസാദാക്കിയല്ലോടി എന്ന് പറയുമായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. മാത്രമല്ല മറ്റു ചില റിപ്പോർട്ടുകളിലൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദു എടുത്ത് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ഭാര്യമാരെ ചുംബിച്ചിരുന്നു, പിന്നീട് ഉദു എടുത്തിരുന്നില്ല എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇനി ഉദു മുറിയും എന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെയും അഭിപ്രായ വ്യത്യാസമായി. മകളെ തൊട്ടാൽ ഉദു മുറിയില്ല, മെഹ്റമായ ആളുകളെ തൊട്ടാൽ ഉദു മുറിയില്ല, എന്നാൽ ഭാര്യയെ തൊട്ടാൽ ഉദു മുറിയും. ഭാര്യയുടെ തന്നെയും മുടി, നഖം, പല്ല് എന്നിവ തൊട്ടാൽ ഉദു മുറിയില്ല. അല്ലെങ്കിൽ വികാരത്തോട് തൊട്ടാൽ മാത്രമേ ഉദു മുറിയുള്ളൂ, വികാരമില്ലാത്ത രൂപത്തിൽ തൊട്ടാൽ ഉദു മുറിയില്ല. ഇങ്ങനെ പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റവും ശരിയായി തോന്നുന്ന അല്ലാഹു ആലം സ്ത്രീയെ തൊട്ടാൽ ഉദു മുറിയുകയില്ല എന്നാണ്. അതാണ് അതിൽ രണ്ടാമത്തെ ചോദ്യമായി വന്നിരുന്നത്. സുന്നത്ത് നമസ്കാരം, അത് സുന്നത്ത് നമസ്കാരത്തിന്റെ നിയ്യത്ത്, സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് പിന്നെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. വാഹനത്തിന്റെ ഗിയർ മാറ്റുന്ന പോലെ ഒന്നൊക്കെ രണ്ടൊക്കെ ഇട്ട് അങ്ങോട്ട് മാറ്റം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ്. ഒരു കർമ്മത്തിലെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉദാഹരണമായി ളുഹ്ർ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് വേണ്ട, ഞാൻ ളുഹ്ർ നിസ്കരിക്കുകയാണ് അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി എന്ന ഒരു നിയ്യത്ത് അവൻ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുണ്ടായിരിക്കും. നമസ്കാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് നിയ്യത്ത് മാറ്റാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.